PM-ശ്രീ വീണ്ടും കേരളത്തെ കത്തിക്കുകയാണ്. എന്താണ് ഈ PM-ശ്രീ? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് PM-ശ്രീ. 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുകളും വിഹിതം നൽകുന്ന പദ്ധതികളെയാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുക. ഇവിടെ PM-ശ്രീ പ്രകാരം രാജ്യത്തെ 14,000 സെലക്ടഡ് സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തി രാജ്യത്തെ തന്നെ മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണിത്. ഇത് പ്രകാരം ഏകദേശം 27,360 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. 2022 മുതൽ 27 വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി. അപ്പൊ ഏകദേശം 18,000 കോടി കേന്ദ്ര ഗവൺമെന്റും 9,000 കോടി സംസ്ഥാന ഗവൺമെന്റും കൊടുക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി ഉള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിനായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും സൈൻ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സെലക്ട് ആയിട്ടുള്ള സ്കൂളുകൾക്ക് വർഷം ഏകദേശം 1 കോടി രൂപ വരെ കിട്ടും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ വിവാദം? അതിന് ഈ PM-ശ്രീയുടെ ഡോക്യുമെന്റിൽ തുടക്കത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ PM-ശ്രീ എന്നും പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ സംസ്ഥാന സ്കൂളുകളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് കീഴിലും നവോദയ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുമാണ്. രണ്ടാമത്തത്, PM-ശ്രീ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് 2020 കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ NEP ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ NEP ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. യൂറോപ്യൻ സ്കൂളുകളെ കിടപിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെ വിവാദപരമായിട്ടുള്ള ചില അജണ്ടകൾ ഒളിച്ചു കടത്തുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, NCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഹിസ്റ്ററി, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. നോളജ് ഓഫ് ഇന്ത്യയുടെ പേരിൽ ഏൻഷ്യന്റ് കാലഘട്ടത്തിലെ പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ലേണിംഗ് മെത്തേഡിന്റെ പേരിൽ ഗുരുകുല സമ്പ്രദായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പതിയെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോള് ഈ NEP വഴി PM-ശ്രീ വഴി സംസ്ഥാനങ്ങളിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ആശങ്ക. പിന്നെ എന്തുകൊണ്ടാണ് പഴയ LDF ഗവൺമെന്റ് PM-ശ്രീ സൈൻ ചെയ്തതും ഇപ്പോഴത്തെ UDF ഗവൺമെന്റ് ഇതിൽ ഉരുണ്ട് കളിക്കുന്നതും? അതിന് കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ PM-ശ്രീയിൽ സൈൻ ചെയ്യാനായിട്ട് സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സമഗ്ര ശിക്ഷാ അഭിയാൻ SSA എന്ന് പറഞ്ഞ മറ്റൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഉണ്ട്. അതിന് പ്രകാരം കിട്ടേണ്ട 1000 കോടി കേരളത്തിന് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. PM-ശ്രീ സൈൻ ചെയ്താൽ ഇത് തരുള്ളൂ എന്നുള്ളതാണ് നിലപാട്. ഈ ഫണ്ടൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കുള്ള ഔദാര്യം എന്നല്ല, നമ്മുടെ അവകാശമാണ്. ശരിക്കും കേരളത്തിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ 50% പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ കാരണമാണ് ഈ ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ ഒരു വിവാദപരമായിട്ട് വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.